അപ്പോൾ ഇതാണ് മാർജിൻ ലെഫ്റ്റ്. ഇനി നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് മാർജിൻ ഇടാം. അതായത് വീണ്ടും ഇത് മുകളിൽ നിന്ന് നമ്മളിങ്ങനെ മടക്കുകയാണെങ്കിൽ എന്തായി? ഇനി നമ്മൾ എഴുതി തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ഒരു മാർജിൻ ടോപ്പിനും മാർജിൻ ലെഫ്റ്റിനും ശേഷമായിരിക്കും അല്ലേ? അപ്പോൾ മാർജിൻ ടോപ്പായി. നിങ്ങൾക്കും പഠിക്കാൻ വെബ് ഡിസൈൻ എന്ന സീരീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 8 എപ്പിസോഡിലായിട്ട് നമ്മൾ HTML ടാഗ്സ് പഠിച്ചു. അത് നമ്മൾ ഒരു കോഡ് എഡിറ്ററിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ അട്രിബ്യൂട്ട്സ് പഠിച്ചു, അതും പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML അട്രിബ്യൂട്ട്സിലെ ആ ഒരു മാജിക്കൽ അട്രിബ്യൂട്ടാണ്, അതായത് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട്. ഈ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വെബ് ഡിസൈൻ രംഗത്തെ വളരെ വലിയ ഒരു ബൃഹത്തായിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് കൂടിയാണ് പഠിക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് പറഞ്ഞ് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്താണ് നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ടിലൂടെ പഠിച്ചതെന്നത്. നമ്മൾ ഏതൊരു ടെക്നിക്കൽ ലാംഗ്വേജ് ആദ്യമായിട്ട് പഠിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ കണ്ടു പരിചയമില്ലാത്ത കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ അങ്ങോട്ട് പെട്ടെന്ന് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താവും, നിങ്ങൾ പറയുന്നു തല പെരുക്കുന്നു, ഈ കോഡിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് എനിക്ക് തല പെരുക്കുന്നു, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ HTML ടാഗ്സ് നമ്മുടെ റിയൽ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചത്. അതെങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇതെന്ന് പറയുന്ന ഹെഡാണ്, അത് ഒന്നാമത്തെ ടാഗ്. ഇതെന്ന് പറയുന്നത് ബോഡിയാണ്, ബോഡി എന്ന് പറയുന്നതും ഒരു ടാഗാണ്. പിന്നെ ഫൂട്ടിന് നമ്മൾ ഫൂട്ടർ എന്ന് പറഞ്ഞു, അത് മൂന്നാമത്തെ ടാഗ്. അങ്ങനെ നമ്മൾ കുറേയധികം ടാഗ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കുവാനും മറ്റൊരു ഉപകാരം എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കുവാനും സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ടും പഠിക്കുവാനായിട്ട് പോകുന്നത്. കാരണം സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ട് 1 or 2 പ്രോപ്പർട്ടിയിൽ ഒതുങ്ങുന്നതല്ല, അത് കടലോളം ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി ഇന്ന് പഠിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലപെരുക്കും, നിങ്ങൾ ഇത് ഉപേക്ഷിച്ച് പാതി വഴിയിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചുറ്റിലും കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം പ്രോപ്പർട്ടീസ് പഠിക്കാം. ഇനി എന്തിനാണ് ഈ ഒരു അട്രിബ്യൂട്ട് പഠിക്കുന്നത് നോക്കാം. എന്താണ് ഇതിൻ്റെ ആവശ്യകത അല്ലേ? കാരണം നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. ഇതിപ്പോൾ നോക്കുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്സിനോട് പോയി പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത വെബ്സൈറ്റ് കണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ ഒരു വെബ്സൈറ്റ് പോലെ ഉണ്ടല്ലോ എന്ന്. സംഭവം ശരിയാണ്. ടെക്സ്റ്റ് ഉണ്ട്, ഇമേജ് ഉണ്ട്, എല്ലാം ഒരുവിധം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ഒരു ഇമേജ് ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ അവർ പറയുകയാണ് ഇത് കുറച്ചുകൂടി കളർഫുൾ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതെ, നമ്മുടെ വെബ്സൈറ്റിനെ കളർഫുൾ ആക്കാൻ അല്ലെങ്കിൽ വളരെയധികം മെച്ചപ്പെടുത്താൻ, അതിൻ്റെ ആ ഒരു വിഷ്വൽ ലേഔട്ട്സും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സ്റ്റൈലുണ്ട്, ഞാൻ സംസാരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ട്, അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതുപോലെ ഓരോ വെബ്സൈറ്റിനും ഈ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൈൽ അട്രിബ്യൂട്ട്സ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു 2 ബുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, കുറേ അധികം ടെക്സ്റ്റ് ഉണ്ടല്ലേ? പക്ഷേ ഈ 2 ടെക്സ്റ്റിൻ്റെയും ഫോൺസ് വ്യത്യാസമാണ്, അതായത് ഫോൺ ഫാമിലി വ്യത്യാസമാണ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഫോൺ ഫാമിലി എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മൾ ഏതൊരു വെബ്സൈറ്റിൽ കയറിയാലും അതിനെല്ലാം ഡിഫറെൻറ്റ് ഫോൺ ഫാമിലീസ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഫോൺ ഫാമിലി ചിലപ്പം ഏരിയൽ ആവാം, അല്ലെങ്കിൽ ഫോൺ ഫാമിലി ചിലപ്പം ഹെൽവെറ്റിക്ക് ആവാം. അങ്ങനെ കുറേ അധികം ഫോൺ ഫാമിലീസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. ആ ഫോൺ ഫാമിലീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ സൈസ് വലുതാണ്, ഈ താഴത്തെ ഫോൺ സൈസ് ചെറുതാണ്, ഇതിനകത്തുള്ള ഫോൺ സൈസും ചെറുതാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ കാണാവുന്ന മറ്റൊരു കാര്യമാണ് ഫോൺ സൈസ്. അപ്പോൾ അതും ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഈ ഒരു ബുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോൺ വെയിറ്റ് കണ്ടോ, കുറച്ച് ബോൾഡാണ്. ഇതിൻ്റെ ഫോൺ വെയിറ്റ് ലൈറ്റ് ആണ് അല്ലേ? അപ്പം അതും ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? ഫോണ്ട് വെയിറ്റ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി പഠിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എവിടെയാണ് ഈ ഒരു ബുക്കിൻ്റെ അലൈൻ ചെയ്തിരിക്കുന്നത്? സെൻട്രലല്ലേ? അപ്പോൾ നിങ്ങൾ മറ്റൊരു പ്രോപ്പർട്ടി പഠിച്ചു, ടെക്സ്റ്റ് അലൈൻ. ഒന്നുകിൽ ടെക്സ്റ്റ് അലൈൻ സെൻട്രലായിരിക്കാം, അല്ലെങ്കിൽ ഈ ബുക്കിനകത്ത് കാണുന്നതിൻ്റെ കൂട്ട് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് അലൈൻ റൈറ്റ് ആയിരിക്കാം. അതും ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി ടെക്സ്റ്റിൻ്റെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, ഈ ഒരു ലെറ്റർ സ്പേസിംഗ് ഉണ്ടോ? ഈ ലെറ്ററുകൾ ഇടയ്ക്കുള്ള, അതായത് ഈ ഓരോ SACH അതിനിടയ്ക്കുള്ള ഒരു സ്പേസിംഗ് ഉണ്ടോ, അതിനെയാണ് നമ്മൾ ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സ്പേസിങ്ങും ഈ ഒരു സ്പേസിങ്ങും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആണ് കണ്ടോ? അപ്പോൾ നമ്മളതിനെ ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ ടെക്സ്റ്റ് കാണിക്കേണ്ടതെന്നുള്ളത്. കാരണം നമ്മൾ HTML ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹെഡിങ്സ് കാണിക്കുവാൻ വേണ്ടിയിട്ട് H1 മുതൽ H6 വരെയും, പാരഗ്രാഫ് കാണിക്കാൻ വേണ്ടിയിട്ട് P എന്ന ടാഗും. അപ്പോൾ നമ്മളത് പഠിച്ചു. ഇനി നമ്മളിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഫോൺ ഫാമിലിയും ഫോൺ സൈസും ടെക്സ്റ്റ് അലൈൻമെൻറ്റും ഒക്കെ വെച്ചിട്ട് നമുക്കതിനെ നമ്മുടെ ആ ഒരു വെബ് പേജിൽ എവിടെ വേണമെങ്കിലും അലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
ഇതെങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. തൽക്കാലം ആ ഒരു റിലേഷൻ മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ട് അല്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്. അതെ, അത് ഒരു പ്രോപ്പർട്ടിയാണ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. നിങ്ങൾ പറയുകയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ പൊസിഷൻ കുറച്ച് ഒന്ന് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം അങ്ങനെയൊക്കെ മാറ്റിയാൽ നന്നായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ അതും ഒരു പ്രോപ്പർട്ടിയാണ്. അത് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുകയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ സൈസ് കുറച്ചുകൂടി വലുതാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ മറ്റൊരു പ്രോപ്പർട്ടി പഠിച്ചു, എന്താണ്? ബാക്ക്ഗ്രൗണ്ട് സൈസ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. 2 സ്ക്രീൻ ആണെങ്കിലും ഇത് രണ്ടും 2 സ്ക്രീനാണ് കേട്ടോ. ഇവിടെ വന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അതും ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ തൽക്കാലം ഈ ഒരു പ്രോപ്പർട്ടീസ് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇതെങ്ങനെയാണ് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, നമ്മളത് പഠിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ അടുത്ത എപ്പിസോഡ്സിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജിനെ പറ്റിയല്ല സംസാരിച്ചത്. ഇപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഒരു കളർ ഉണ്ടല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ക്രീം കളർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ സെറ്റ് ചെയ്യാം. അപ്പം അതും ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ മറ്റൊരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്, അതായത് ബോർഡർ എന്ന് പറയും. അതായത് ഈ ഒരു ഡിസ്പ്ലേ വെച്ച് തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേക്ക് എന്തുണ്ട്? ഒരു ബോർഡർ ഉണ്ടല്ലേ. അപ്പോൾ ബോർഡർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ബോർഡറിൻ്റെ വിഡ്ത്ത് കണ്ടോ? ഈ ബോർഡറിനൊരു കട്ടിയായിട്ടുള്ളൊരു വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ അതൊരു ചിലപ്പോൾ 10 ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന ടി വിക്കൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ബോർഡർ ആയിരിക്കും ഉള്ളത്. അപ്പം അതിനെന്ത് പറയുന്നത്? ബോർഡർ വിഡ്ത്ത് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതും ഒരു പ്രോപ്പർട്ടിയാണ്, ബോർഡർ വിഡ്ത്ത്. ഇനി അത് മാത്രമല്ല, ഈ ബോർഡറിന് ഒരു കളറുണ്ടല്ലേ. ഈ ബോർഡറിന് എന്തുണ്ട്? ഒരു കളറുണ്ട്. ഇവിടെ ബ്ലാക്ക് ആണ്. അപ്പോൾ ബോർഡർ കളർ എന്ന് പറയുന്നതും എന്താണ്? ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബോർഡർ, ഇത് ബോർഡർ ടോപ്പ് എന്നും ഇത് ബോർഡർ ലെഫ്റ്റ് എന്നും ഇത് ബോർഡർ റൈറ്റ്, ഇത് ബോർഡർ ബോട്ടം, ഇതെല്ലാം പ്രോപ്പർട്ടീസാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബോർഡർ എന്താണ്? ഒരു സ്ക്വയർ ആണല്ലേ. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഇമേജ് കാണിക്കണം. അപ്പോൾ നമ്മൾ അതിനുപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ക്ലോക്ക് കണ്ടോ, ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്, ഇതിലും ബോർഡർ ഉണ്ട് കണ്ടല്ലേ, ഒരു പിങ്ക് കളർ ബോർഡർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബോർഡർ ഒരിക്കലും സ്ക്വയർ അല്ല, പകരം റൗണ്ട് ആണ്. ഇങ്ങനെയുള്ള റൗണ്ട് ബോർഡറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത്. നമ്മൾ റേഡിയസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. വൃത്തത്തിൻ്റെയൊക്കെ റേഡിയസ് 360 ഡിഗ്രി ആണെങ്കിൽ അതൊരു വൃത്തമായി മാറും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇമേജിൽ നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ നമുക്ക് വൃത്താകൃതിയിൽ കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ബോർഡർ റേഡിയസ് എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെന്തുണ്ട്? ഒരു ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട്. ഇതുണ്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു സാധനമുണ്ട്, അതിന് ബോർഡർ റേഡിയസ് നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇനി ഇത് വെച്ചിട്ട്, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഈ പ്രോപ്പർട്ടിക്ക് എന്തുണ്ട്? ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, ഇവിടം മുതൽ ഇവിടം വരെ ഒരു വിഡ്ത്ത് ഉണ്ട്. അത് മാത്രമല്ല ഒരു ഹൈറ്റും ഉണ്ട്. അതും പ്രോപ്പർട്ടീസാണ്. എന്താണ്? എല്ലാ പ്രോപ്പർട്ടീസിനും, നമ്മൾ കാണുന്ന എല്ലാത്തിനും എന്തുണ്ട്? വിഡ്ത്തും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് വിഡ്ത്തും ഹൈറ്റും ഓരോ HTML എലമെൻറ്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും നമ്മുടെ വെബ്സൈറ്റിലെ ഒരു 2 സെക്ഷൻ ആണെന്ന് വെച്ചോ. സെക്ഷൻ എന്ന് പറയുന്ന ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിവ് ആണെന്ന് വെച്ചോ. ഡിവിഷൻ എന്ന് പറയുന്ന ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഹൈറ്റ് ഉണ്ട്, ഇതിനൊരു വിഡ്ത്ത് ഉണ്ട്, ഇതിനൊരു വിഡ്ത്ത് ഉണ്ട്, ഇതിനൊരു ഹൈറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് വെബ്സൈറ്റിൽ ഒരുവിധം എല്ലാ HTML ടാഗിനും എഴുതി കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒട്ടും മടി കൂടാതെ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇതൊരു ബുക്കാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ നോട്ട്സ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഒരു കാര്യം ചെയ്യും. എന്ത് ചെയ്യും? നമ്മളൊരു മാർജിൻ ഇടാറുണ്ടല്ലേ. കാരണം നമ്മൾ ഒരിക്കലും ഈ അറ്റത്തുനിന്ന് ഒരിക്കലും എഴുതി തുടങ്ങാറില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലൊരു മാർജിൻ ഇടും അല്ലേ. നമ്മളിതുപോലെ മടക്കി എന്ത് ചെയ്യാറുണ്ട്? മാർജിൻ ഇടും. ഇങ്ങനെ മാർജിൻ ഇട്ടിട്ടാണ്, ഈ മാർജിൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് എഴുതി തുടങ്ങുന്നത്? കണ്ടന്റ് എഴുതി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ മാർജിൻ ഇട്ടത് എവിടെയാണ്? മാർജിൻ ലെഫ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്? മാർജിൻ ഇട്ടത്. അപ്പോൾ ഇതാണ് മാർജിൻ ലെഫ്റ്റ്. ഇനി നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് മാർജിൻ ഇടാം. അതായത് വീണ്ടും ഇത് മുകളിൽ നിന്ന് നമ്മളിങ്ങനെ മടക്കുകയാണെങ്കിൽ എന്തായി? ഇനി നമ്മൾ എഴുതി തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ഒരു മാർജിൻ ടോപ്പിനും മാർജിൻ ലെഫ്റ്റിനും ശേഷമായിരിക്കും അല്ലേ. അപ്പോൾ മാർജിൻ ടോപ്പായി. ഇനി നമ്മൾ ഇപ്പുറത്താണ് ഇടുന്നതെങ്കിൽ മാർജിൻ റൈറ്റായി. ഇപ്പോൾ നമ്മൾ മാർജിൻ റൈറ്റ് ഇട്ടു, കണ്ടില്ലേ? മാർജിൻ റൈറ്റ് ഇട്ടു. ഇനി നമ്മൾ താഴെയാണ് ഇടുന്നതെങ്കിൽ മാർജിൻ ബോട്ടം. അപ്പോൾ മാർജിൻ സംബന്ധിച്ച് നമുക്ക് 4 വാല്യൂസ് ആണുള്ളത്. ഒന്ന് മാർജിൻ ടോപ്പ്,
മാർജിൻ റൈറ്റ്, മാർജിൻ ബോട്ടം, മാർജിൻ ലെഫ്റ്റ്. നമ്മൾ വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു എഡ്ജിൽ നിന്നായിരിക്കത്തില്ല, പകരം രണ്ട് സൈഡിൽ നിന്ന് സ്പേസ് ഒക്കെ വിട്ടിട്ടായിരിക്കും എന്ത് കാണിക്കുന്നത്, കണ്ടൻറ്റ് കാണിച്ചു തുടങ്ങുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കൂ, എല്ലാ സൈറ്റിനും അപ്പുറവും ഇപ്പുറവും ഒക്കെ സ്പേസിങ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്, പാഡിങ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മാർജിനും പാഡിങ്ങും കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മാത്രമേ, അതിനുവേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്താൽ മാത്രമേ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റു രണ്ട് കൺസെപ്റ്റ് കൂടി പഠിക്കാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നിരിക്കട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആണ്, ഇത് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് എന്ത്, വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈറ്റിൽ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ വിസിബിൾ ആക്കണം, ചില സമയത്ത് നമുക്ക് വിസിബിലിറ്റി ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, വിസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു കുപ്പി ബോട്ടിലുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും വെള്ളമല്ലേ ഉള്ളൂ. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇതങ്ങ് ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ഓവർഫ്ലോ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് ചില സമയത്ത് നമ്മുടെ വെബ്സൈറ്റിനകത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടൻറ്റ് ഇങ്ങനെ വാരി വലിച്ചിടുമ്പം എന്ത് ചെയ്യും, ആ പേജിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അത്രയും കണ്ടൻറ്റ് വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഓവർഫ്ലോ എന്ന് പറയും. അപ്പോൾ നമ്മളിത് വെച്ച് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് ഈ ഓവർഫ്ലോ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ എത്രയധികം സ്റ്റൈൽ അട്രിബ്യൂട്ട്സ് ആണ് പഠിച്ചത്, അതും വളരെ സിമ്പിളായിട്ട് തന്നെ. അതായത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമ്മൾ ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ് പഠിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വലിയൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റാണ് CSS എന്ന് പറയുന്നത്. അതായത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. സാധാരണ HTML പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ CSSലേക്ക് കടക്കുന്നത്. പക്ഷേ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കൂടി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഈ പഠിച്ച CSS പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന അട്രിബ്യൂട്ട് നമ്മൾ ഓരോ HTML ടാഗിനും എഴുതി കൊടുക്കും. അതുവഴി നമ്മുടെ ആ ഒരു വെബ്സൈറ്റിനെ, നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റിനെ നമ്മൾ കുറച്ചുകൂടി കളർഫുൾ ആക്കും. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഇനിയിപ്പോൾ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളർഫുൾ ആണെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വെബ് ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.